ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് LSS ക്ലാസ് 17 ആണ് കേട്ടോ. ഇന്ന് നമ്മൾ മലയാളം വിഷയത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ചിറകുള്ള ബസ് എന്ന കവിത എഴുതിയതാര്? വിഷ്ണു പ്രസാദ്. അക്കിത്തം എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നതാരാണ്? അച്യുതൻ നമ്പൂതിരി. 2019 ജ്ഞാനപീഠ പുരസ്കാരം നേടിയതാരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ലോക മാതൃഭാഷാ ദിനം എന്നാണ്? ഫെബ്രുവരി 21. സൈക്കിൾ ചവിട്ടാൻ എന്ന കവിത എഴുതിയതാരാണ്? PP രാമചന്ദ്രൻ. സൈക്കിൾ ചവിട്ടാൻ എന്ന കവിതയിലെ കുട്ടി ചന്ദ്രനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം എന്താണ്? നിലാവ് കൊള്ളാൻ. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നതാരാണ്? ചെറുശ്ശേരി. അക്കിത്തത്തിൻ്റെ പ്രധാന കൃതികൾ ഏതെല്ലാം? 1. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം. 2. അരങ്ങേറ്റം. 3. നിമിഷക്ഷേത്രം. 4. വെണ്ണക്കല്ലിൻ്റെ കഥ. 5. ഒരു കുല മുന്തിരിങ്ങ. 6. ബലിദർശനം. മേഘത്തിൽ പിരിച്ചെഴുതുക. മേഘം പ്ലസ് ഇൽ. ശകടം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വാഹനം. ആധുനിക കവിത്രയത്തിൽ പെടുന്ന കവികൾ ആരെല്ലാം? കുമാരനാശാൻ, ഉള്ളൂർ S. പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ. പ്രാചീന കവിത്രയത്തിൽ പെടുന്ന കവികൾ ആരെല്ലാം? തുഞ്ചത്ത് രാമാനുജൻ, എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ. അക്കിത്തം അച്യുതൻ നമ്പൂതിരി മരണപ്പെട്ടത് എന്നാണ്? 2020 ഒക്ടോബർ 15. PP രാമചന്ദ്രന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? കാണേ കാണേ. യാത്ര എന്നർത്ഥം വരുന്ന പദങ്ങൾ എഴുതുക. 1. പ്രയാണം. 2. സഞ്ചാരം. 3. അയനം. 4. പര്യടനം. ജാലകം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം ജനൽ. ചന്ദ്രൻ എന്നതിന് പകരം വരുന്ന വാക്കുകൾ ഏതെല്ലാം? തിങ്കൾ, ശശി, ഇന്ദു, ശശാങ്കൻ. കറുമ്പിപ്പയ്യ് എന്ന കവിത എഴുതിയതാരാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. താഴെ പറയുന്ന പദങ്ങൾ പിരിച്ചെഴുതുക. അങ്ങനെയാട്ടെ. അങ്ങനെ പ്ലസ് ആട്ടെ. കടയിൽ. കട പ്ലസ് ഇൽ. തളിർക്കൈ. തളിർ പ്ലസ് കൈ. താളത്തിലോടി. താളത്തിൽ പ്ലസ് ഓടി. നന്ദിയുണ്ട്. നന്ദി പ്ലസ് ഉണ്ട്. താഴെ പറയുന്ന പദങ്ങൾ ചേർത്തെഴുതുക. അമ്പിളി പ്ലസ് തോണി. അമ്പിളിത്തോണി. ഭൂമി പ്ലസ് പോണം. ഭൂമി പോണം. ചിറക് പ്ലസ് വിരിച്ച്. ചിറകു വിരിച്ച്.
നിശ്ചലം പ്ലസ് ആയി. നിശ്ചലമായി. എഴുന്നേറ്റ് പ്ലസ് ഇരിക്കാൻ. എഴുന്നേറ്റിരിക്കാൻ. ഇനി നിങ്ങൾക്കുള്ള ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡോക്ടർ BR അംബേദ്കറുടെ സമാധി സ്ഥലമാണ്. അതിൻ്റെ ഉത്തരമാണ് ചൈത്യഭൂമി. ഇനി നിങ്ങൾക്കുള്ള ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്. മലയാളത്തിൽ നിന്ന് ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച അവസാനത്തെ വ്യക്തി ആരാണ്? ഇതാണ് നിങ്ങളുടെ ബോണസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയുമായി കാണാം. ടാറ്റാ, ബൈ ബൈ.